പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് ഷാഫി പറമ്പിൽ എം പി. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഡിഫൈഡ് വേർഷൻ എന്ന് ഷാഫി പറമ്പിൽ 24-നോട് പറഞ്ഞു. ചോദ്യം ചോദിക്കുന്നവരോട് സൂക്കേടാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താതെ പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് വെച്ചാൽ പോരെയെന്നും ഷാഫിയുടെ ചോദ്യം. ഷാഫി പറമ്പിൽ എം പി ആണ് ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നത്. ഇവിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ജയന്തിന്റെ റോഡ് ഷോയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. എങ്ങനെ പോകുന്ന പ്രചരണ പരിപാടികളെല്ലാം? കോഴിക്കോട് ജില്ല കേരളത്തിലെ UDFന്റെ തിരിച്ചുവരവിന് കോഴിക്കോട് ജില്ല തീർച്ചയായിട്ടും അതിനെ ലീഡ് ചെയ്യും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പ്രധാനമായും ചർച്ചാ വിഷയമായത് ഡീലാരോപണമാണ്. ശരിക്കും ഒരു ഡീലാരോപണമായിരുന്നു ചർച്ചയാവുന്നത്. എത്ര പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് വേറെ, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഡീൽ ആരോപണം മാത്രമല്ല, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച ഗവൺമെന്റിന്റെ വീഴ്ചകളാണ്. ആ വീഴ്ചകളെ മറച്ചു പിടിക്കാൻ ഒരു ഡീൽ ഉണ്ടാക്കി അതിനെ കവർ ചെയ്യാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് അതും കൂടെ ചർച്ചയായിട്ട് വന്നത്. നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സൂക്കേടാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനത്തിന് ഇറങ്ങിപ്പോകേണ്ടി വരിക. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അരമണിക്കൂർ തള്ളിയതിന് ശേഷം ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും മാത്രം ചോദ്യം ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി ഓഫീസിൽ ഒരു മീറ്റിംഗ് വെച്ചാൽ പോരെ, ഒരു പോഡ്കാസ്റ്റ് ചെയ്താൽ പോരെ. കൈരളിയും ദേശാഭിമാനിയും കൂടി ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ട് അതിനെ പറഞ്ഞ പോലെ പത്രസമ്മേളനം അതിനകത്ത് വിളിക്കുന്നത് എന്തിനാ? ഒരു യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ വികസനത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സംവാദത്തിന് വേണ്ടിയിട്ട്. സമയവും നാളും കുറിച്ചോളാൻ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം പ്രധാനമന്ത്രി പാലക്കാട് എത്തിയപ്പോൾ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം എടുത്തു. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമോ? പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേച്ചറിന് പറ്റിയ രീതിയിലുള്ള പ്രസംഗം എഴുതി കൊടുക്കാനെങ്കിലും ചുറ്റുവട്ടത്തുള്ള ആളുകൾ ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നും പറഞ്ഞ് ജയിക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവിൽ നിന്നാണ് അത്രയും തരം താഴേണ്ടി വരുന്നത്. മറ്റൊരു കാര്യം, ഈ ശബരിമല കൊള്ള വിഷയം അദ്ദേഹം പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്നുള്ളതാണ്. അത് ചർച്ചയാവുന്നുണ്ട്. ബേസിക്കലി രണ്ടുപേരും ആഗ്രഹിക്കുന്ന UDF ഒന്ന് തോറ്റു കിട്ടണമെന്ന. കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇനി വരരുത് എന്നുള്ളതൊക്കെയാണ് അവരുടെ ആഗ്രഹം. എത്ര സീറ്റ് കിട്ടും? നല്ല വിജയം ഉണ്ടാവും. ഞങ്ങളെ ഒരു തരംഗം കേരളത്തിലുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 100+ തന്നെയാണ്. 100 സീറ്റുകൾ നേടി വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്തായാലും UDF. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.